ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ഡെസേർട്ടായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നേന്ത്രപ്പഴം ചക്കയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിക്കായിട്ട് വേണ്ടത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ചക്കയാണ്. അപ്പോൾ ഞാനൊരു 4-5 ചുള ചക്ക കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഒരു നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരളവാണ് നമ്മളിന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ ചക്കയും അതുപോലെ തന്നെ നേന്ത്രപ്പഴവും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ടൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചക്ക ഇട്ടിട്ട് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറിയിട്ട് ചക്ക ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. ചക്ക ഈ ബട്ടറിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ പിന്നെ നമുക്ക് ഈ ചക്ക ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ആ ഒരു സൈഡിലേക്ക് പഴം ഇട്ടിട്ട് 2 സൈഡും വാട്ടിയെടുക്കണം. അപ്പോൾ ആ ഒരു സൈഡിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും നമ്മൾ സാധാരണ പഴമൊക്കെ വാട്ടിയെടുക്കുന്നത് പോലെ തന്നെ 2 സൈഡും ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഒരു സൈഡൊന്ന് ബ്രൗൺ നിറമായി തുടങ്ങുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മറ്റേ സൈഡും കൂടി ഒന്ന് വാട്ടിയെടുക്കാം. ബട്ടർ കൂടുതൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബട്ടർ ഇട്ട് കൊടുക്കാം ഇതിന് മുകളിലൂടെ. ഇപ്പോൾ പഴത്തിൻ്റെ മറ്റേ സൈഡ് കൂടി ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഒരു ബ്രൗൺ നിറമൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിൽ കുറച്ച് പഞ്ചസാര കൂടി ചേർത്തിട്ട് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2.5 ടീസ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര ഒന്ന് കാരമലാവണം. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെക്കുക. കുറച്ച് സമയം ഇതേപോലെ ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ ഇതുപോലെ പഞ്ചസാര ഒന്ന് കാരമലായിട്ട് വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്തിട്ട് ഈ കാരമലായിട്ടുള്ള പഞ്ചസാരയും ബട്ടറും കൂടി ആദ്യം ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് പഴത്തിൻ്റെ കൂടെ എല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ കാരമൽ ചെയ്തിട്ട് നമുക്ക് ബട്ടർ കൂടി ചേർത്തിട്ട് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെ പറ്റുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയും ബട്ടറും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്താൽ മതി. പഞ്ചസാര കൂടി ചേർത്തിട്ട് ചക്കയും പഴവും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. അപ്പം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ആദ്യം തേങ്ങാപ്പാലൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ പഴത്തിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അരിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് കുറുകി വരും. നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. ആ സമയം വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് 2 നുള്ളി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്. കാരണം നമ്മൾ ബട്ടറിൽ ഈ ചക്കയൊക്കെ വഴറ്റുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറാണ് ഉണ്ടാവുക. നല്ലൊരു മണമാണ്. അത് തന്നെ അടിപൊളിയാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. നമുക്കൊരു ഡെസേർട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്കായിട്ടോ കഴിക്കാം. ചെറു ചൂടോടെ വേണം കഴിക്കാൻ. അപ്പോൾ ചക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.